കരിയാണ് അവളെ രണ്ട് കാലിലും ചങ്ങല 40 രൂപയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന്. കുറച്ച് ആനകളേ ഉള്ളൂ. മുകളിലോട്ട് പോകുമ്പോൾ അറിയാം ആനകൾ എന്തൊക്കെയാണ് കേട്ടോ. ഇത് ഒരു ചെറിയ ചങ്ങലയിലിട്ടിരിക്കണം കണ്ടില്ലേ. ഇപ്പോൾ കണ്ടല്ലോ കോട്ടൂരാണ് നിൽക്കുന്നത്. കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രത്തിലാണ്. അപ്പോൾ നമുക്ക് ആനകൾ അങ്ങോട്ട് തന്നെ പോയി കാണാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ നമുക്ക് ഇവിടെ തന്നെ വരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് ബോട്ടിങ് കാര്യങ്ങളും നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് ആ ബോട്ടിങ്ങിൽ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങോട്ട് തന്നെ പോയി കാണാം. ഇന്ന് കയറിയപ്പോൾ കുറച്ച് ആന മാത്രമേ ഉള്ളൂ. എന്തായാലും കാണാൻ വേണ്ടി കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് കാണാൻ വേണ്ടി കുട്ടവഞ്ചിയുണ്ട്, അല്ലാത്ത സ്പീഡ് ബോട്ടുണ്ട്, നോർമലി കുറച്ച് റൈഡുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ചെറിയൊരു പാർക്ക് പോലെയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് കായലിലെ കാഴ്ചകളും ആ ഡാമിൽ വരുന്ന വെള്ളത്തിൻ്റെ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ വേണ്ടി അവിടുത്തെ ആ ഒരു സീനറിയാണ്. നമുക്കത് പറഞ്ഞറിയാൻ പറ്റില്ല. ഇപ്പം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ സീനറി കണ്ടാൽ മനസ്സിലാവും. ചുറ്റിലും എന്തുമാത്രം മരങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് നല്ല ഒരു സമയം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കോട്ടൂർ വനമേഖല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ഡാമിൻ്റെ റിസർവോയറിൻ്റെ കുറുകെ അവർ മണ്ണിട്ട് ഒരു ചെറിയ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ അവിടേക്ക് ഇറങ്ങിപ്പോകുന്ന ഡേഞ്ചറാണ്. അത് കാട്ടിലോട്ട് പോകുന്ന ഒരു വനപാതയാണെന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ ഈ കാണുന്നതാണ് ആ പറഞ്ഞ വനപാത. നമുക്കത് അടച്ചിരിക്കുകയാണ്, പോകാൻ പറ്റത്തില്ല. ജസ്റ്റ് പകുതി വരെ പോയി നമുക്ക് കാണാൻ പറ്റും. ഏകദേശം എത്ര അടിയാണെന്ന് പറഞ്ഞിട്ടില്ല മണ്ണിട്ടത്. എന്തായാലും നല്ല താഴ്ചയുള്ള പ്രദേശമാണ് ഇവിടെ. പക്ഷേ എനിക്ക് പോയ സമയത്ത് ആനകൾ കുറവായിരുന്നു. കാര്യം ചൂട് സമയമായതുകൊണ്ടും ഒരുപാട് ആനകൾ കുറവായിരുന്നു. പിന്നെ അതാണൊരു വിഷമമായ കാര്യം. എങ്കിലും ചെറിയ ആനകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് വലിയ സന്തോഷമായ കാര്യമായിരുന്നു. ഇത് കഴിഞ്ഞ് നേരെ തിരിഞ്ഞ് പോകുന്ന ഒരു ചെറിയൊരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഈ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഇവിടെ വലിയ കാഴ്ചകളൊന്നും. പക്ഷേ ഏകദേശം ചുറ്റിലും ആനകളുണ്ട്. പല ആനകളടുത്ത് നമുക്ക് ആൾക്കാരെ വിടുന്നില്ല. ചില മതപ്പാടുള്ള ആനകളുണ്ട്, അല്ലാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങളോ ആനകളുണ്ട്. എല്ലാവരെയും പ്രത്യേകമാണ് മാറ്റി അവർ തളച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് അവിടെ കണ്ടിരുന്നു ആന. അപ്പം വളരെ ദൂരെയാണ് ആനകളെല്ലാം അവർ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ടെൻറ്റ് അത് ഏകദേശം പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതുവഴി കയറിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് സുഖമായി പോകാനും കാണാനും എല്ലാം പറ്റിയൊരു സ്ഥലമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, അത് പൊളിഞ്ഞതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും ഈ സമയങ്ങളിൽ പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇതിൽ ഇറങ്ങാൻ പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലായി ഇറങ്ങാൻ. അപ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത് പ്രത്യേക ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ആ സമയങ്ങളിൽ പൊയ്ക്കഴിഞ്ഞാൽ നമുക്ക് അപകടമാണ്. അറിയാൻ പറ്റത്തില്ല മുതൽ ചാൻസ് ഉണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ ഏത് കാരണവശാലും നമ്മൾ ഇറങ്ങരുത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായാലും നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. ഇവിടുത്തെ ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ഉറപ്പായിട്ടും ഈ അവധിക്കാലത്ത് ആനകളെ കാണാൻ വേണ്ടി നമ്മൾ വേറെ ഒരു സ്ഥലത്തും പോയാൽ മാത്രം ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ മാത്രമാണ് കോട്ടൂർ വരുന്നത്. ഞാൻ പോയ സമയത്ത് റോഡിൽ ചെറിയ വർക്കുകൾ നടന്നു. റോഡൊക്കെ ചെറിയ പ്രശ്നമായിരുന്നു. അത് പൊളിഞ്ഞിരിക്കുകയാണ്. അത് ഏകദേശം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് തോന്നുന്നത് കണ്ടിട്ട്. കണ്ടല്ലോ, നല്ല സീനറിയാണ്. കാടിനകത്താണ് ഈ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആന വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ടോട്ടലി കാടിൻ്റെ ഭംഗിയിൽ നമുക്ക് എല്ലാം വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. പക്ഷേ ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് പൊളിയാതിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് കറക്റ്റായിട്ട് ആ സീനറിയും വെള്ളത്തിൽ ഇരുന്നുള്ള സീനറിയും എല്ലാം നമുക്ക് വൃത്തിയായി കാണാമായിരുന്നു. തൊട്ടപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് അവിടെയും കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പം പോകാനും വരാനും മഴ സമയമായതുകൊണ്ട് ലേശം പാടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടി ആനകളെ കാണാൻ പറ്റുന്നത് നമുക്ക് പറഞ്ഞു. നമുക്ക് കുട്ടി ആന എവിടെയാണെന്ന് നമുക്ക് പോകാൻ പറ്റും. കുട്ടി ആന നമുക്ക് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കുട്ടി ആനയെ കാണാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നും നമുക്ക് അങ്ങോട്ട് പോയി തന്നെ കാണാൻ പറ്റും കുട്ടി ആനയെ. നമുക്ക് കൊച്ചു ആനകളുടെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഏകദേശം 10 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടി ആനകളെയും അവിടെയാണ് അവർ സ്റ്റേ ചെയ്യിപ്പിക്കുന്നത്. അവിടെ പോകാൻ വേണ്ടി നമുക്കിതിലെയാണ് പോകേണ്ടത്. ഇതിലെ പോയിക്കഴിഞ്ഞാൽ ഇതാ കാണുന്നില്ലേ, ഏകദേശം 7 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയാണ്. പക്ഷേ എന്തിനാണ് അവർ 2 ചങ്ങല ഇട്ടിരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരിക്കലും നെഗറ്റീവ് പറയുന്നതല്ല, സത്യം പറഞ്ഞാൽ അത് എങ്ങനെ കിടക്കും, അത് കാണുന്നവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെറിയ പ്രശ്നക്കാരനാണ്. കാര്യം ഈ വരുന്ന ആൾക്കാരെയൊക്കെ അവൻ ഈ കമ്പ് അല്ലെങ്കിൽ കരിമ്പ് അങ്ങനത്തെയൊക്കെ എടുത്തെറിയും. അപ്പം അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഇട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ അവൻ ആൾ പ്രശ്നക്കാരനാണ്. കണ്ടോ, സംഭവം കുറുമ്പാണെന്ന് തോന്നുന്നു കേട്ടോ. കുട്ടിയാണ് കേട്ടോ, കണ്ടില്ലേ.
ഇത് സത്യം പറഞ്ഞല്ലേ ശരിയാണ്. അവളെ രണ്ട് കാലിലും ചങ്ങല പൊടി 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 കണ്ടില്ലേ സംഭവം. ഇത് വേറെ മതപ്പാടിന് പ്രശ്നമൊന്നുമല്ല. ഇത് എത്ര വയസ്സുണ്ട് ചേട്ടാ അതിന്? 6 വയസ്സല്ലേ? 7 വയസ്സല്ലേ? പെണ്ണല്ലേ? ആണ്. ഇനി എന്ത് 2 ചങ്ങല ഇട്ടിങ്ങനെ? ഓ ഭയങ്കര എന്നാ അടുത്തോട്ട് വിളിക്കുകയാണ് കളിക്കാൻ വേണ്ടി. എന്നാ ആരും ഇല്ല അടുത്തോട്ട് വരാൻ വേണ്ടി. കണ്ടേ ഇതൊരു 6 വയസ്സായ ഒരു ഇത് പെണ്ണല്ലേ? ആണേന് പെണ്ണല്ലേ? ആ അതിന് ചെറിയൊരു പല്ലുണ്ട് കണ്ട ആ സൈഡ് കാണുന്നത്. ഇത് പെണ്ണാണ് കേട്ടോ. മറ്റവും ഭയങ്കര പ്രശ്നക്കാരാണ് കേട്ടോ. അവ കിടന്ന് ഭയങ്കര അഭ്യാസമാണ്. സത്യം പറയാനല്ലോ 1.5 വയസ്സൊരു കൊച്ചു കുട്ടിയാണ് കേട്ടോ ഇത്. ഒരു ചെറിയ ചങ്ങല ഇട്ടിരിക്കണം കണ്ടില്ലേ? അവളും അത്യാവശ്യം പ്രശ്നക്കാരിയാണെന്ന് തോന്നുന്നു സത്യം കണ്ടിട്ട്. കണ്ടില്ലേ? അവൾക്ക് എറിയാൻ വേണ്ടി ഒന്നുമില്ല സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ തെറിയുമായിരുന്നു.